അവിടുത്തെ തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെയൊക്കെ ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ, ട്രംപിന്റെ നേതൃത്വത്തിൽ ചില മധ്യസ്ഥ നീക്കങ്ങൾ നടക്കും, രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു വെടിനിർത്തലിന് അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ തെഹ്റാനിൽ നിന്ന് ആളുകളോട് പൂർണ്ണമായിട്ടും മാറി നിൽക്കണമെന്ന് ട്രംപ് തന്നെ പറയുന്നു. അതുമാത്രമല്ല, ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൂടി ട്രംപ് സ്വീകരിക്കുന്നു. അല്പം മുമ്പ് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇറാന് ഇപ്പോൾ തന്നെ സമാധാന ആവശ്യത്തിനുള്ള ആണവോർജം കയ്യിലുണ്ട്. ഇനിയും യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ തയ്യാറാകരുത്. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നൽകിയത്. അതായത് കൃത്യമാണ് കാര്യങ്ങൾ തങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ, അതായത് യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ നീക്കത്തിന് തങ്ങൾ മുന്നിട്ടിറങ്ങും. അതല്ല എങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കുറെ കൂടി പങ്കാളിത്ത സ്വഭാവത്തിലുള്ള ഒരു ആക്രമണ പരമ്പരകളിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പറയാതെ പറയുന്നത്. മേഖലയിലെ പല രാജ്യങ്ങളും നിരന്തരമായിട്ട് ഇത്തരമൊരു ആക്രമണം വ്യാപിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അമേരിക്കയോട് നയതന്ത്ര നീക്കങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കാത്തിരുന്ന് മാത്രം കാണുക എന്ന അർത്ഥത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അമേരിക്ക നടത്തുന്നത്. അതേസമയം മേഖലയിൽ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. 3 യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് വിന്യസിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പോർവിമാനങ്ങൾ. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഒരു തുറന്ന യുദ്ധത്തിന്റെ എല്ലാ അവസ്ഥയും ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ കൈവന്നിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ 4 F-35 യുദ്ധവിമാനങ്ങൾ തകർത്തതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ വിവിധ തുറകളിൽ അല്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഹൈഫ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ തെല്ലവീവ്, മധ്യ ഇസ്രായേലിന്റെ ചില ഭാഗങ്ങൾക്ക് നേരെയാണ് മിസൈൽ ആക്രമണം നടന്നത്. ഇപ്പോൾ 8 തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണമാണ് തുടരുന്നത്. നാസറി, മൊസാദിന്റെ ഓപ്പറേഷൻ ഹബ്ബൊക്കെ ഇറാൻ ആക്രമിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് എന്ന് പറയുമ്പോഴും പലയിടത്തും പാളിച്ചകൾ കൂടി സംഭവിക്കുന്നുണ്ട് എന്നല്ലേ? അവിടുത്തെ തീർച്ചയായിട്ടും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇന്ന് നടന്ന ആക്രമണത്തിന്റെ വിഷ്വലുകളും അതിന്റെ വാർത്തകളും പുറം ലോകത്ത് നൽകുന്നത് വിലക്കിക്കൊണ്ടുള്ള നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിദേശ മാധ്യമ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും പ്രദേശത്തു നിന്ന് മാറ്റി നിർത്താനും ഇസ്രായേൽ ശ്രമിച്ചു എന്നതിന്റെ അർത്ഥം അത്രയും മാരകമായിട്ടുള്ള ആഘാതം ഈ മിസൈലുകൾ, കാരണം പല രാജ്യങ്ങളിൽ നിന്നും ഒടുവിൽ ഇസ്രായേലിന്റെ വ്യോമ പരിധിക്കുള്ളിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്രയും ഹൈപ്പർസോണിക് സ്വഭാവത്തിലുള്ള മിസൈലുകളാണ് ഇറാൻ ഈ ഘട്ടത്തിൽ പോലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2 റിഫൈനറികൾ ഹൈഫയിൽ അടച്ചിടേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് കൂടി, സൈനികമല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുമെന്നൊരു ആശങ്ക ഇസ്രായേൽ തന്നെ ജനങ്ങൾക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ കൂടുതൽ നിർണായകമായിരിക്കും. ബങ്കറുകളിൽ തന്നെ തങ്ങണമെന്നൊരു നിർദ്ദേശം കൂടി ഏറ്റവും അവസാനം ഇസ്രായേൽ പുറപ്പെടുവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് തെഹ്റാന് പുറമെ തബരീസ്, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തുറന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ 2 രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതർത്ഥത്തിലേക്ക് ഇത് വഴിമാറുമെന്ന ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാനിലും ഇസ്രായേലിലും നിരവധി മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെ എത്ര പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പൗരന്മാരെ സൈപ്രസ് മുഖേന രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഈ മേഖലയിൽ നിന്ന് പരമാവധി തങ്ങളുടെ പൗരന്മാരോട് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവരെ ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് വൈറ്റ് ഹൗസിൻ വക്താവും അറിയിച്ചിരിക്കുന്നു. എന്തായാലും സ്ഥിതിഗതികൾ കുറെ കൂടി സംഘർഷം നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ, പ്രത്യേകിച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് കുറെയെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു നയതന്ത്ര നീക്കം അനിവാര്യമാണ്. ഇറാനെതിരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ഏകരാജ്യം ഇപ്പോൾ ഫ്രാൻസ് മാത്രമാണ്. പക്ഷേ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇറാൻ ഇതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.